നമസ്കാരം. പ്രധാന വാർത്തകൾ. ആഗോള അയ്യപ്പ സംഗമം പിന്തുണ പ്രഖ്യാപിച്ച് SNDP യോഗം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് SNDP യോഗവും പിന്തുണ പ്രഖ്യാപിച്ചു. ശരിയുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്. സംഗമത്തിൽ പങ്കെടുക്കും. ആരും വിട്ടുനിൽക്കുന്നത് ശരിയല്ലെന്നും പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നും യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുമ്പ് എന്തു ചെയ്തു ചെയ്തില്ല എന്നതിലല്ല, ഇപ്പോഴെന്തു ചെയ്യുന്നു എന്നതിലാണ് പ്രസക്തിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. KSRTC ജീവനക്കാർക്ക് ശമ്പളം എത്തി. ഫെസ്റ്റിവൽ അലവൻസും ബോണസും നാളെ. അക്കൗണ്ടിൽ ശമ്പളം വിതരണം ചെയ്തതായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഫെസ്റ്റിവൽ അലവൻസും ബോണസും നാളെ വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ജീവനക്കാർ ആഘോഷിക്കാതെ നമുക്കെന്ത് ഓണമെന്നും മന്ത്രി ഗണേഷ് കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. KSRTC ജീവനക്കാർക്ക് ഓണത്തിന് ബോണസ് നൽകുമെന്ന് ഗണേഷ് കുമാർ നേരത്തെ പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് MM ഹസൻ. പോലീസിന് നേരെ പരിഹാസം. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അനുകൂലിച്ചും പോലീസിനെ പരിഹസിച്ചും മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ. അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കും പോലെ പരാതിക്കാരുണ്ടോ എന്ന് ചോദിക്കുകയാണ് പോലീസെന്ന് അദ്ദേഹം പരിഹസിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനത്തു നിന്നുള്ള രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഷാജൻ സ്കറിയക്കെതിരായ അക്രമം, വധശ്രമത്തിന് കേസെടുത്ത് പോലീസ്. മാധ്യമപ്രവർത്തകനും മറുനാടൻ മലയാളി ഉടമയുമായ ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ്. കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തത്. ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമം തുടങ്ങിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. സംഘം ചേർന്ന് ആക്രമിക്കൽ, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് ഷാജൻ സ്കറിയ തൊടുപുഴ മങ്ങാട് കവലയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ. കടകംപള്ളി സുരേന്ദ്രനെതിരെ പരാതി. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുൻമന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെ കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതാവിന്റെ പരാതി. കോൺഗ്രസ് നേതാവ് M മുനീറാണ് DGPക്ക് പരാതി നൽകിയത്. മുൻമന്ത്രി മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തുവെന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാമെന്നാണ് പരാതി. മുൻമന്ത്രിയും MLAയുമായ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് നിരത്തിയത്. ഇതിലാണ് നടപടി വേണമെന്ന് കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം. വിമർശനവുമായി കോൺഗ്രസ്. ഗൽവാൻ സംഘർഷത്തിൽ ചൈനയ്ക്ക് പ്രധാനമന്ത്രി ക്ലീൻ ചീറ്റ് നൽകിയെന്ന് ജയറാം രമേശ് ആരോപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാനെ സഹായിച്ച് ചൈനയോട് പ്രതികരിക്കുന്നതിന് പകരം മോദി സർക്കാർ നിശബ്ദമായി. സർക്കാരിന്റെ നട്ടലില്ലായ്മയാണോ ന്യൂ നോർമൽ എന്ന് ജയറാം രമേശ് ചോദിച്ചു. കണ്ണപുരം സ്ഫോടന കേസ്. അനു മാലിക് റിമാൻഡിൽ. പ്രതിയെ കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. പ്രതി നിരന്തരം സമാന സ്വഭാവമുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതായി അന്വേഷണ സംഘം വ്യക്തമാക്കി. എന്നാൽ സംഭവത്തിന് രാഷ്ട്രീയ ബന്ധമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. അപകടത്തിൽ ചാലാട് സ്വദേശി മുഹമ്മദ് അഷം കൊല്ലപ്പെട്ടിരുന്നു. ഇന്നലെ വൈകിട്ട് കാഞ്ഞങ്ങാട് വെച്ചാണ് ഇയാൾ പിടിയിലായത്. രാത്രി കണ്ണപുരത്തെത്തിച്ച പ്രതിയെ ഇന്നലെയും ഇന്നും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിനിടെ സ്ഫോടനത്തിൽ നേരിട്ട് പങ്കില്ലെന്ന് അനു മാലിക് ആവർത്തിച്ചു. സമാനമായ 7 കേസുകളിൽ പ്രതിയായ ഇയാൾ ഒരേ കുറ്റകൃത്യം ആവർത്തിക്കുന്നതായി പോലീസ് ചൂണ്ടിക്കാട്ടി. കടലിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികളെ കാണാതായി. തിരുവനന്തപുരം പുത്തൻതോപ്പിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികളെ കാണാതായി. 5:30യോടെയാണ് സംഭവം. നബീൽ, അഭിജിത്ത് എന്നിവരെയാണ് കാണാതായത്. ഇരുവരും +1 വിദ്യാർത്ഥികളാണ്. കണിയാപുരം സ്വദേശികളായ 5 അംഗ സംഘമാണ് കുളിക്കാനിറങ്ങിയത്. ഇതിൽ 3 പേർ തിരയിൽ അകപ്പെടുകയായിരുന്നു. ഒരാളെ രക്ഷപ്പെടുത്തി. ആസിഫിനെയാണ് രക്ഷപ്പെടുത്തിയത്. മറ്റ് 2 പേർക്കായുള്ള തെരച്ചിൽ നടക്കുകയാണ്. ആസിഫിനെ പുത്തൻതോപ്പ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരുവല്ലയിലെ അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും തിരോധാനം. റീനയുടെ ഭർത്താവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്മയെയും കുഞ്ഞുങ്ങളെയും കാണാതായിട്ട് 2 ആഴ്ച പിന്നിടുന്നതിനിടെയാണ് റീനയുടെ ഭർത്താവ് അനീഷിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കവിയൂരിലെ വീട്ടിലാണ് അനീഷ് മാത്യുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 41 വയസ്സായിരുന്നു. അനീഷിന്റെ ഭാര്യ റീനയെയും 2 പെൺകുഞ്ഞുങ്ങളെയും കാണാതായിട്ട് 2 ആഴ്ച തികയുകയാണ്. ഇവരെ കണ്ടെത്താൻ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയും SP നിയോഗിച്ചിരുന്നു. റീനയും മക്കളും ബസ്സിലടക്കം യാത്ര ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അന്വേഷണം തുടരുന്നതിനിടെയാണ് അനീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹരിപ്പാട് മതപ്പാടിലായിരുന്ന ആന പാപ്പാനെ കുത്തി. ഹരിപ്പാട് സ്കന്ദൻ എന്ന ആനയാണ് 2ാം പാപ്പാനായ കരുനാഗപ്പള്ളി സ്വദേശി മണികണ്ഠനെ കുത്തിയത്. ആനയെ അഴിക്കാൻ മുകളിൽ കയറിയ പാപ്പാനെ കുലുക്കി താഴെയിട്ട് കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പാപ്പാനെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശേഷം ആനത്തറിയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ആന വീണ്ടും മറ്റൊരാളെ കൂടി കുത്തി.
പകരം വന്ന പാപ്പാനെയാണ് ആന ആക്രമിച്ചത്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആനയാണ് ഹരിപ്പാട് സ്കന്ദൻ. ആനയെ മതപ്പാടിനെ തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ചങ്ങല അഴിച്ചു മാറ്റുന്നതിനിടെയാണ് പാപ്പാന് കുത്തേറ്റത്.